നമസ്കാരം. കന്യരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരുടെ 1201 ആണ്ട് പുതുവർഷ ഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉത്ര നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെടുന്നു. നക്ഷത്രാധിപൻ സൂര്യനാണ്. അത്തം നക്ഷത്രം ദേവഗണത്തിൽപ്പെടുന്നു. നക്ഷത്രാധിപൻ ചന്ദ്രനാണ്. ചിത്തിര നക്ഷത്രം അസുരഗണത്തിൽപ്പെടുന്നു. നക്ഷത്രാധിപൻ ചൊവ്വയാണ്. വ്യാഴം വർഷത്തിൻ്റെ ആരംഭത്തിൽ 10ാം ഭാവത്തിലാണ്. ഒക്ടോബർ 18-ന് വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ 11ാം ഭാവത്തിലേക്ക് അവന ലാഭസ്ഥാനത്തേക്ക് മാറും. വർഷം മുഴുവനും വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായ ഭാവത്തിലാണ്. ശനി 7ാം ഭാവത്തിലും രാഹു 6-ലും കേതു 12ാം ഭാവത്തിലുമാണ്. നിങ്ങളുടെ രാശിയധിപൻ ബുധനാണ്. ബുധൻ കേന്ദ്രത്തിൽ നിങ്ങൾക്ക് ഭദ്രയോഗം എന്ന രാജയോഗം കിട്ടും. വരുമാനവും ലാഭവും വർദ്ധിക്കും. ബുദ്ധിയും അറിവും ഉപയോഗിച്ച് അതുപോലെ പുതിയ ഐഡിയ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്നേറാനായിട്ട് പറ്റും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഉന്നതി ഉണ്ടാകും. 1201 ആണ്ട് പുതുവർഷം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്ര ഫലവും കൂടിയ ഫലമാണ് കിട്ടുക. 10-ലുള്ള വ്യാഴം കഠിന പ്രയത്നം വേണ്ടിവരും. അതുപോലെ 11-ലുള്ള വ്യാഴം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാക്കും. ആഗ്രഹങ്ങൾ നടക്കും. തൊഴിൽപരമായിട്ട് നിലനിൽക്കുന്ന ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ മാറി തൊഴിൽ പുരോഗതി ഉണ്ടാകും. അതുപോലെ പ്രമോഷൻ, ഉയർന്ന പദവിയുള്ള ജോലി കിട്ടാൻ, ശമ്പള വർധനവിനൊക്കെ അനുകൂലമാണ്. അതുപോലെ വിദേശ ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ മേഖലയിലുള്ളവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. കേസ് വഴക്കുകളിലൊക്കെ വിജയിക്കാൻ സാധിക്കും. ദാമ്പത്യപരമായി നിങ്ങൾക്ക് ഒരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. പങ്കാളിയായിട്ട് അതുപോലെ മറ്റുള്ളവരായിട്ട് കലഹം വരാതെ, തെറ്റിദ്ധാരണ വരാതെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. യാത്രകൾ ചെയ്യുമ്പോൾ അതുപോലെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ നല്ല ശ്രദ്ധ വേണം. പണമിടപാടുകളിലൊക്കെ നല്ല ശ്രദ്ധ വേണം. രാഹു കേതു അനുകൂല ഭാവത്തിലാണ്. പെട്ടെന്ന് ധനലാഭം ഉണ്ടാക്കും. അതുപോലെ യാത്രകൾ, ദീർഘയാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. മുടങ്ങിയ കാര്യങ്ങൾ, ധനമൊക്കെ വന്നു ചേരും. കൃഷിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്, വസ്തുവിൽ നിന്നൊക്കെ ലാഭം കിട്ടും. അതുപോലെ വീട്, വാഹന ഭാഗ്യമുണ്ടാകും. സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും. ഇനി നിങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുന്നത്, പിന്നെ ഓം നമഃശിവായ ദിവസവും ചൊല്ലുന്നതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്